മറ്റൊരു വിദ്വേഷ പ്രചരണ സിനിമ കൂടി നമ്മുടെ രാജ്യത്ത് റിലീസായിരിക്കുകയാണ്. ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ദുരന്തറിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇതിനു തൊട്ടു മുമ്പ് ഇറങ്ങിയ കേരള സ്റ്റോറി 2 കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. എല്ലാ മുസ്ലിങ്ങളെയും വില്ലന്മാരായും എല്ലാ ഹിന്ദു പെൺകുട്ടികളെയും വിഡ്ഢികളായും ചിത്രീകരിക്കുക എന്ന പതിവ് രീതി. എന്നാൽ ആ സിനിമയിൽ വളരെ പ്രത്യേകതയുള്ള ഒരു രംഗമുണ്ടായിരുന്നു. അത് വളരെയധികം വൈറലാവുകയും ചെയ്തു. സിനിമയുടെ ട്രെയിലറിൽ ഒരു ഹിന്ദു പെൺകുട്ടിയെ ബീഫ് കഴിപ്പിക്കാൻ നിർബന്ധിക്കുന്നതായി കാണിക്കുന്നുണ്ട്. രസകരമായ കാര്യമെന്തെന്നാൽ ഇതേ ചൊല്ലി വലിയ ചർച്ച തന്നെ കേരളത്തിൽ നിന്നുള്ള കമന്റുകളിലും മറ്റും നടക്കുന്നുണ്ടായിരുന്നു. അവരെല്ലാം പറയുന്നത്, പൊറോട്ടയില്ലാതെ ഒരാൾക്ക് ബീഫ് നൽകുന്നത് കുറ്റമല്ലേ, എന്ത് പണിയാണ് കാണിച്ചത് എന്നൊക്കെ പറയും പോലെ രസകരമായ കമന്റുകളായിരുന്നു അത്. മറ്റു കമന്റുകൾ ഇങ്ങനെയാണ് വന്നത്: ഇതൊരു കേരള സ്റ്റോറി അല്ല, ഇതൊരു ഉത്തരേന്ത്യൻ സ്റ്റോറിയാണ്, ഒരു നോർത്ത് ഇന്ത്യൻ അജണ്ടയാണ്, ഞങ്ങൾ മലയാളികൾക്ക് പൊറോട്ട ബീഫ് കോംബോ വളരെ ഇഷ്ടമാണ്. ഇത്തരത്തിലാണ് കമന്റുകളൊക്കെ വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഇതൊരു പ്രൊപ്പഗണ്ടയാണെന്ന് കേരളത്തിലുള്ളവർ തന്നെ ഐക്യകണ്ഠേന പറഞ്ഞത് നാം കണ്ടതാണ്. നിങ്ങളൊന്ന് സങ്കല്പിക്കുക, ഒരു മുറിയിൽ 100 ഹിന്ദുക്കൾ ഇരിക്കുന്നു. അതിൽ എത്ര പേർ മാംസം കഴിക്കുന്നവരായിരിക്കും? ഒന്ന് ഊഹിച്ചു നോക്കൂ. 20, 30. എന്നാൽ പ്യൂ റിസർച്ച് സെന്ററിന്റെ കണക്കുകൾ പറയുന്നത് അത് 56% ആണെന്നാണ്. പകുതിയിലധികം ഹിന്ദുക്കളും സസ്യാഹാരികളല്ല. കൂടാതെ 45% ബ്രാഹ്മണരും മാംസാഹാരം കഴിക്കുന്നവരാണ്. അങ്ങനെയെങ്കിൽ യഥാർത്ഥ ഹിന്ദുക്കൾ സസ്യാഹാരികൾ മാത്രമാണെന്ന ചിന്ത എവിടെ നിന്നാണ് വന്നത്? ബീഫ് എങ്ങനെയാണ് ചില ഹിന്ദുക്കൾക്ക് ഇത്രയും വൈകാരികമായ ഒരു വിഷയമായി മാറിയത്? ഇതിനുള്ള ഉത്തരം നമ്മുടെ പുരാണങ്ങളിലും ചരിത്രങ്ങളിലും ഒളിഞ്ഞുകിടപ്പുണ്ട്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കത് മനസ്സിലാക്കാം. ഇന്ന് രാജ്യത്ത് മതപരമായ കാരണങ്ങളാൽ മാംസം കഴിക്കാത്ത ദശലക്ഷക്കണക്കിന് ഹിന്ദുക്കളുണ്ട്. പുരാണങ്ങൾ അനുസരിച്ച് ഇത് ശരിയുമാണ്. മഹാഭാരതത്തിന്റെ അനുശാസന പർവത്തിലെ 116 അധ്യായത്തിൽ ഭീഷ്മരോട് യുധിഷ്ഠിരൻ ചോദിക്കുന്നുണ്ട്, മാംസം നിങ്ങളെ ഉപദ്രവിക്കുമോ? ജീവിതകാലം മുഴുവൻ ഒരു മൃഗത്തിന്റെയും മാംസം കഴിക്കാത്ത രാജാവിന് സ്വർഗത്തിൽ വലിയ സ്ഥാനം ലഭിക്കുമെന്ന് ഭീഷ്മർ പറയുന്നു. മാംസം കഴിക്കുന്നവർ കുംഭിപാകം എന്ന നരകത്തിൽ വെന്തുരുകുമെന്നും അഹിംസയാണ് പരമമായ ധർമ്മമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. അതാണ് പരമമായ സത്യം. അത് പരമമായ ദാനവും പരമമായ തപസ്സുമാണ്. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകും കാര്യങ്ങൾ വ്യക്തമാണെന്ന്. എന്നാൽ ഒന്ന് നിൽക്കൂ. അതേ സംഭാഷണത്തിൽ തന്നെ ഭീഷ്മർ മറ്റൊന്നും കൂടി പറയുന്നുണ്ട്. മനുവിനെ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, വേദനിയമങ്ങൾ അനുസരിച്ച് മന്ത്രങ്ങളാൽ ശുദ്ധീകരിക്കപ്പെട്ടതും പിതൃക്കൾക്കായി തയ്യാറാക്കിയതുമായ മാംസം ശുദ്ധമാണ്. അതായത് ഒരേ സംഭാഷണത്തിൽ തന്നെ 2 കാര്യങ്ങളും പറയപ്പെടുന്നു. ഈ വൈരുദ്ധ്യം ഭീഷ്മരിൽ മാത്രം ഒതുങ്ങുന്നതല്ല.